ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മൈസൂർ ബോണ്ട അല്ലെങ്കിൽ ഗോളി ബജി ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഭയങ്കര പെർഫെക്റ്റ് ആണ്, എന്നാൽ കൂടുതൽ ചിലവില്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. സാധാരണ യൂട്യൂബ് അടിച്ചു നോക്കിയാൽ കാണുന്നത് ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് തൈര് എന്ന കണക്കാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് നൈസായിട്ടുള്ള പച്ചരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം, പിന്നെ 1 കപ്പ് തൈര് അതൊന്ന് മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഹോട്ടലിലെല്ലാം അല്പം പഞ്ചസാര ചേർക്കലുണ്ട്, ഒരു ലൈറ്റ് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 കപ്പ് വെള്ളം അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇതാ ഇവിടെ ഞാനെല്ലാം നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിലേക്ക് പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്താലുണ്ടല്ലോ എണ്ണ കുടിക്കുന്നത് അല്പം കുറവാവും ചെയ്യും. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഈ റെസിപ്പി ഉണ്ടാക്കുകയും ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 3/4 ടീസ്പൂൺ അപ്പക്കാരമാണ്. 1/2 ടീസ്പൂൺ ഞാൻ ഈ സമയം ചേർത്ത് കൊടുത്തു. ഇനി ബാക്കിയുള്ള 1/4 ടീസ്പൂൺ ഉണ്ടല്ലോ, അവസാനം ചുട്ടെടുക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ദാ ഈ ഒരു പരുവത്തിലാണ് കലക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദ പ്ലസ് 1 കപ്പ് പച്ചരിപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് തൈരും 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 3 മണിക്കൂർ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ഒരു സവാള ഉണ്ടല്ലോ, വലിയ സവാളയാണ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, അതേപോലെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ മോൾക്ക് ഇഞ്ചി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം, അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സാക്കി എടുക്കണം. അപ്പസോഡ ഉണ്ടല്ലോ എല്ലാ ഭാഗത്തും നന്നായിട്ട് കലങ്ങി വരണം. എന്നിട്ട് എണ്ണ ചൂടാക്കി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ സാധാരണ നിങ്ങൾ ചോദിക്കും ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്താൽ ബുദ്ധിമുട്ടല്ലേ എന്ന്. നമ്മളിതൊക്കെ എപ്പോഴെങ്കിലല്ലേ കഴിക്കുന്നത്. ആ സമയത്ത് അല്പം ബേക്കിംഗ് സോഡ ചേർത്താൽ യാതൊരു ബുദ്ധിമുട്ടും വരില്ല. കാരണം ഇത് 3 കപ്പ് പൊടിക്കാണ് ഞാനിവിടെ 3/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പാൽപ്പം മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. കൈ കൊണ്ടൊന്ന് ഉള്ളിയിട്ട് കൊടുത്താൽ മതി. എല്ലാം ഇട്ട് കഴിഞ്ഞാൽ തീ വളരെ ചെറുതാക്കി കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ലൈറ്റ് ഗോൾഡ് കളർ ആവണം. ആ രീതിയിൽ ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. ഈ ബോൾ പോലെ ഉരുണ്ട് വരുന്നതുകൊണ്ടുണ്ടല്ലോ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ എല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും എല്ലാ ഭാഗത്തും ഒരേ കളർ ആവണം. ആ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ദാ ഇവിടെ എല്ലാം ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നിന്നും മാറ്റാം. വളരെ സ്വാദിഷ്ടമായ കുറഞ്ഞ ചേരുവ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഗോളി ബജ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഉണ്ടല്ലോ ഓയിൽ നിന്നും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. മാവ് കൂടുതൽ ലൂസാവാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ബോൾ പോലെ ഉരുണ്ട് ഷേപ്പായിട്ട് കിട്ടില്ല. 3 കപ്പിന് 1 കപ്പ് വെള്ളം 1 കപ്പ് തൈര് എന്ന അളവാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അത് കറക്റ്റ് പാകമായിരിക്കും. ഇനി തികഞ്ഞില്ല എങ്കിൽ തന്നെ 1 സ്പൂൺ വെള്ളം മറ്റേ അവസാനം വേണ്ടി വന്നാൽ ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫുൾ തീ ഉണ്ടെങ്കിൽ മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത് തിരിഞ്ഞ് മറിഞ്ഞ് വീഴും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകമെല്ലാം ഭയങ്കര ആരെടുത്തിട്ട് അടിപൊളി സോഫ്റ്റും ആണ്. പിന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ചുട്ടിട്ടില്ല എങ്കിൽ അല്പം പച്ചരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇനി ഒരു പ്രാവശ്യം ചുട്ടു നോക്ക്. സാധാരണ ഉണ്ടല്ലോ ചെറിയൊരു ഫാമിലിക്ക് 1 കപ്പ് തൈരും 1 കപ്പ് മൈദയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വലിയൊരു ഫാമിലിക്ക് കുറേ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരളവിൽ ചുട്ടെടുത്താൽ നമുക്ക് കുറേ ചിലവാകും. തൈരെല്ലാം കുറേ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. വളരെ സിമ്പിളാണ്. വളരെ ചെറിയ ചിലവിൽ തന്നെ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം.
അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും സക്സസ് ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതും ചേർത്തിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾ ഏത് രീതിയിലാണ് ചുട്ടെടുക്കുന്നതെന്നും എനിക്ക് കമൻറ്റ് ചെയ്യണം. ചില ആൾക്കാരുണ്ടല്ലോ ഇഡ്ഡലി ബാറ്റർ അത് ബാക്കി വന്നാൽ അതിലേക്ക് മൈദ ചേർത്തൊക്കെ ഉണ്ടാക്കലുണ്ട്, ഞാനും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും പരീക്ഷിക്കാം. പക്ഷെ ഈ രീതി ഉണ്ടല്ലോ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.